മഞ്ഞുമൂടിയ ഒരു മലയുടെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു താഴ്വരയിൽ ലില്ലി എന്ന 5 വയസ്സുകാരി ജീവിച്ചിരുന്നു. അവൾക്ക് വലിയ കൗതുകകരമായ കണ്ണുകളും പർവ്വത നീരുറു പോലെ ശുദ്ധമായ ഒരു ഹൃദയവുമുണ്ടായിരുന്നു. അവൾ തന്റെ ദയാലുവായ വൃദ്ധയായ മുത്തശ്ശിയോടൊപ്പം ഒരു ചെറിയ മരക്കുടിലിൽ താമസിച്ചു. എല്ലാ വൈകുന്നേരവും ആടുകളെ മേച്ചതിനു ശേഷം ലില്ലി മുത്തശ്ശിയുടെ അരികിൽ ചുരുണ്ടുകൂടി ആത്മീയ കഥകൾ കേൾക്കുമായിരുന്നു. മാലാഖമാരുടെയും അത്ഭുതങ്ങളുടെയും ദയയുടെയും കഥകൾ അവളുടെ ആത്മാവിനെ അത്ഭുതത്താൽ പ്രകാശിപ്പിച്ചു. ഒരു നല്ല പ്രഭാതത്തിൽ മരങ്ങളിൽ മഞ്ഞുതുള്ളികൾ ഇപ്പോഴും തങ്ങി നിൽക്കുമ്പോൾ ലില്ലി ആടുകൾക്ക് പുല്ല് ശേഖരിക്കാൻ അലഞ്ഞു നടന്നു. താഴ്വര നിശബ്ദമായിരുന്നു, ശ്വാസം അടക്കിപ്പിടിച്ചതുപോലെ. മഞ്ഞിലൂടെ തുളച്ചുകയറുന്ന പച്ചനാരുകൾ പറിച്ചെടുക്കാൻ അവൾ മുട്ടുകുത്തിയപ്പോൾ ഒരു മൃദുവായ കാറ്റ് അവളുടെ കവിളിൽ തലോടി. പക്ഷേ അത് വെറും കാറ്റ് മാത്രമായിരുന്നില്ല, ഒരു സൗമ്യമായ കൈ അവളുടെ മുഖത്ത് തഴുകുന്നത് പോലെ തോന്നി. അവൾ മുകളിലേക്ക് നോക്കി ശ്വാസം മുട്ടി. സ്വർണ്ണ വെളിച്ചത്തിൽ കുളിച്ചു തിളങ്ങുന്ന ചിറകുകളും ചൂടുള്ള കണ്ണുകളുമുള്ള ഒരു സുന്ദരിയായ മാലാഖ അവിടെ നിന്നു. മാലാഖ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു താരാട്ടുപാട്ട് പോലെ പറഞ്ഞു, "കുഞ്ഞെ, നിന്റെ നിർമ്മലമായ ഹൃദയവും സഹായിക്കുന്ന കൈകളും എന്നെ വിളിച്ചു. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഇനി മുതൽ നിന്റെ രക്ഷാധികാരിയായി ഞാൻ എന്നേക്കും നിന്നോടൊപ്പമുണ്ടാകും." ലില്ലി കണ്ണുചിമ്മി, പകുതി സ്വപ്നം കണ്ടു, പകുതി ഉണർന്നു. പക്ഷേ മാലാഖ അവിടെ തന്നെ നിന്നു. അവർ ഒരുമിച്ച് രോഗികളെ സഹായിച്ചു, ഒറ്റപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു, നിലം പരിപാലിച്ചു. സദാ മഞ്ഞുമൂടിയ ആ താഴ്വര ഓരോ ദിവസവും ആത്മാവിൽ ചൂടുപിടിച്ചു.